ഖക്കേതിയിൽ നിന്നും ഇപ്പോൾ നമ്മൾ പോകുന്നത് ചരിത്രവും സാംസ്കാരികവും ഇടകലർന്നിട്ട് സമ്പന്നമായ ഒരു നഗരത്തിലേക്കാണ്. അതിൻ്റെ പേരാണ് സിഗ്നാഗി. നമ്മൾ നേരെ അങ്ങോട്ടല്ല പോകുന്ന വഴി നമ്മൾ വേറെ 1-2 സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി അതെല്ലാം കണ്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ ജോർജിയയിൽ കൂടി തന്നെയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് ഒരു നിമിഷം ആലോചിച്ചു പോകും. ഒരു കാടിൻ്റെ നടുവിലൂടെയുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുന്ന പോലെ ആ യാത്ര അവസാനം ചെന്ന് നിന്നത് ഒരു സ്വീറ്റ് കടയുടെ മുന്നിലാണ്. എന്തിനാണ് വണ്ടി ഇവിടെ നിർത്തിയതെന്ന് എനിക്കറിയില്ല. ഞാൻ പുറത്തുനിന്ന് നോക്കിയിട്ട് ഈ കളിപ്പാട്ടവും പാവയും ഒക്കെ വിൽക്കുന്ന ഒരു കടയായിട്ടാണ് തോന്നിയത്. ഇതിനകത്ത് കയറി നോക്കാം എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത്. ഇവിടെ കളിപ്പാട്ടങ്ങളും പാവകളും മാത്രമല്ല, പരമ്പരാഗതമായ രീതിയിൽ നിർമ്മിക്കുന്ന മധുര പലഹാരങ്ങൾ കൂടിയുണ്ട്. അവയാണ് ഈ തൂങ്ങിക്കിടക്കുന്നതെല്ലാം. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞത് ചർച്ച് കേല എന്നാണ് അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മധുര പലഹാരമാണ് ഇവിടത്തേക്ക്. പല നിറത്തിൽ ഒരേ ഷേപ്പിലുള്ള സാധനങ്ങൾ ഇവിടെ തൂക്കിയിട്ടുണ്ട്, നിറച്ച് തൂക്കിയിട്ടുണ്ട്, മാല പോലെ. ഞാനിത് കണ്ടപ്പോൾ ഓർത്തത് ഏതാണ്ട് മെഴുകുതിരി തൂക്കിയിട്ടിരിക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ ലക്ഷ പറഞ്ഞത് ഇതൊരു സ്വീറ്റാണെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് മെഴുകുതിരിയുടെ രൂപത്തിലാണ് കിടക്കുന്നതൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ ഫുൾ നട്ട്സാണ് വെച്ചിരിക്കുന്നത്. പല രീതിയിലുള്ള നട്ട്സുകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ടാക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞത് ഇതിൽ പല പല ഫ്രൂട്ട്സിൻ്റെ ജ്യൂസിൽ ഒരു ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ട് ആണ് ഈ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ സ്വീറ്റ് ആണെങ്കിലും നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ലെവലേശം പോലും നമുക്ക് മധുരം തോന്നില്ല കേട്ടോ. ഈ റൗണ്ടിൻ്റെയൊക്കെ ഉള്ളിൽ പരമ്പരാഗതമായ രീതിയിൽ വൈനുകൾ ഉണ്ടാക്കുന്ന സംവിധാനമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വലിയ ഭരണികളാണ് ഉള്ളത്. ഖക്കേതിലാണ് നമ്മൾ കണ്ടത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈനുകൾ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇവിടെ വീടുകളിൽ നിർമ്മിച്ച വൈനുകളും ചാച്ചയൊക്കെയാണ് വിൽക്കുന്നത്. ഈ കടകളിൽ കാണുന്ന എല്ലാ സാധനങ്ങളും കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കി വിൽക്കുന്നതാണ്. അങ്ങനെ ആ വീട്ടിലുണ്ടാക്കിയ ഒരു ചാച്ചയാണ് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് വെളുത്തിരിക്കുന്നത്, വെള്ളം പോലെ ഇരിക്കുന്നത്. നമ്മൾ അവിടെ കഴിച്ച ചാച്ച ഒരു ഇളം മഞ്ഞ കളറായിരുന്നു. ട്രൈ ചെയ്ത് നോക്കാം. ഇത് വൈറ്റ് ചാച്ചയാണ്, മറ്റേത് കുറച്ച് കളറുണ്ടായിരുന്നു. ഈ ഖക്കേത്തി മേഖല എന്ന് മാത്രമല്ല, ഈ ജോർജിയയിൽ മൊത്തമുള്ള മേഖലകളിലും വൈനുകളിലും മധുര പലഹാരങ്ങളിലും ഒന്നിലും തന്നെ ഇവർ ആർട്ടിഫിഷ്യലായിട്ടുള്ള പഞ്ചസാര ചേർക്കുന്നില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ള ഷുഗറുകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തു വന്ന വഴിയുടെ കഴിഞ്ഞുപോയ പ്രദേശവും ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും മുഴുവനായിട്ടും മുന്തിരിത്തോപ്പുകളാണ്. അതങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എത്ര ഏക്കർ ഉണ്ട് എന്നൊക്കെ നമുക്ക് കണക്കൂട്ടാനായിട്ട് വളരെ പ്രയാസമാണ്. ടിബിലിസിയിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴും ഇവിടെയും ട്രെയിൻ ഓടുന്നതിൻ്റെ റെയിലുകൾ കാണുന്നുണ്ട്. ഇലക്ട്രിക് ട്രെയിനാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. പക്ഷേ ട്രെയിൻ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇതിലൂടെ ട്രെയിൻ ഓടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പുല്ലൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട് ഇതിൽ. പക്ഷേ ഇലക്ട്രിക് ട്രെയിനാണ്, ഇലക്ട്രിക്കിൻ്റെ ലൈൻ പോകുന്നുണ്ട്. ഞാനിപ്പോൾ സിഗ്നാഗിലേക്ക് പോകുന്ന യാത്രാമധ്യയാണ്. ഇവിടെ ഒന്നിറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ബ്രെഡും ചീസും വിൽക്കുന്ന ധാരാളം കുടിലുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതെല്ലാം അതാണ്. അവിടെ സഞ്ചാരികളെയും പ്രതീക്ഷിച്ച് അവർ ബ്രെഡുമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കവിടെ പോയി ബ്രെഡും ചീസും എങ്ങനെയുണ്ടെന്ന് നോക്കി കളയാം. ഇതിലേക്ക് വാഹനത്തിലിങ്ങനെ വരുമ്പോൾ തന്നെ ഈ കടകളിൽ നിന്ന് ആളുകൾ ഇത് കടലാസിൽ പൊതിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നീളവും ഒരു ഷേപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഏതോ ഈത്തപ്പനയുടെ ചൊട്ടയാണെന്നാണ് വിചാരിച്ചത്. എന്തിനാണ് ഇത് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കണ്ടപ്പോഴല്ലേ സംഭവം നമുക്ക് മനസ്സിലായത്. ഇത് ജോർജിയയിലെ പരമ്പരാഗതമായ ബ്രെഡുകളിൽ ഒന്നായ ഷോട്ടീസ് പൂരിയാണെന്ന്. ഇത് കഴിച്ചു നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാതെ. അച്ഛനാ പകുതി എനിക്ക് ഞാൻ നോക്കട്ടെ, പകുതി നോക്കാം. ഇത് മതി നോക്കട്ടെ, ഇത് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇത് കഴിച്ചു നോക്കട്ടെ. ഇത് മുഴുവൻ എങ്ങനെ കഴിക്കുന്നറിയില്ല. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒറിജിനൽ ചീസ്. ഒറിജിനൽ ചീസാണ്. ഇതും കൂട്ടി കഴിക്കാനാണ് പറഞ്ഞത്. പൂച്ചയ്ക്ക് ഒരു കഷ്ണം ബ്രെഡും ചീസും കൊടുത്തു നോക്കി. പക്ഷേ പൂച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാ ഭാഷകളിലും പൂച്ചനെ എന്നാ വിളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വിളിച്ചപ്പോൾ പൂച്ച നോക്കുന്നുണ്ട്.
ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പരിചയപ്പെടാം. ഇതുപോലെ ബോളൊക്കെ ആക്കിയിട്ടാണ് ഇവരെടുക്കുന്നത്. ഇതാണ് തന്തൂർ അടുപ്പ്, വട്ടത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രെഡിനും അതുപോലത്തെ ഒരു ഷേപ്പൊക്കെ ആയിരിക്കും. ഇതിങ്ങനെ സൈഡിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള ബ്രെഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇത്രയും വലിയൊരു ബ്രെഡ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴാണല്ലോ അവരുടെ ആഹാര രീതികൾ നമ്മൾ പരിചയപ്പെടുന്നതും കാണുന്നതൊക്കെ. ഈ തന്തൂർ അടുപ്പിൽ നിന്നും ഇത് ചൂടോടെ എടുത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അട്ടാറ് ടേസ്റ്റാണ്. ചീസ് കൂട്ടി കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. ചീസ് ഇല്ലാതെ കഴിച്ചാലും നമുക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇമരുലി എന്നറിയപ്പെടുന്ന ശുദ്ധമായ നാച്ചുറൽ ചീസാണ് ഇവിടെ വിൽക്കുന്നതും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ സാധാരണ ചീസ് കഴിക്കാത്തതാണ്. ഞാൻ കഴിച്ചു നോക്കി, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ടൂർ ഗ്യാങ്ങിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഈ റൊട്ടി ഒന്ന് ഉണ്ടാക്കി പരീക്ഷിക്കാനുള്ള അവസരം ഇത് നൽകും. അങ്ങനെ ഞങ്ങളുടെ ഹരിചേട്ടൻ്റെ സഹധർമ്മിണിയാണിത് ട്രൈ ചെയ്യുന്നത്. അന്നേരം ഹരിചേട്ടൻ്റെ കമൻറ്റാണ്, വീട്ടിൽ റൊട്ടി ഉണ്ടാക്കാത്ത ആളാണ് ഇവിടെ കാര്യമായിട്ട് റൊട്ടി ഉണ്ടാക്കുന്നതെന്ന്. ഇവരിത് ഉണ്ടാക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. രണ്ട് സൈഡും ഇങ്ങനെ ഉരുട്ടി നടുക്ക് ഇങ്ങനെ പരത്തി ഒരു പ്രത്യേക രീതിയിലൊക്കെ പരത്തി കൈകൊണ്ടൊക്കെ കുത്തിയിട്ട് അവസാനം അതിൻ്റെ മുകളിൽ എന്തോ ഒരു സാധനം തൂക്കും. അവർ ഒരു ഓയിൽ പോലത്തെ സാധനം തൂക്കും. എന്നിട്ടാണ് ഇവരിത് തൂത്തിട്ടാണ് ഇവർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ച് വയ്ക്കുന്നത്. അതെല്ലാം അവർ നമ്മളെ കാണിച്ചു തരും. നമ്മളിത് പതിപ്പിച്ച് വെക്കുന്നതിന് പോലും കാലൊക്കെ വയ്ക്കുന്നതിന് ഒരു പ്രത്യേക രീതി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതെല്ലാം നമുക്ക് ഇവർ കാണിച്ചു തരും, പഠിപ്പിച്ചു തരും ശരിക്കും. എങ്ങനെയൊക്കെ ആയാലും അവരുണ്ടാക്കുന്ന പോലെ നമുക്കുണ്ടാക്കാൻ കഴിയില്ലല്ലോ. അവസാനം നമ്മൾ ഉണ്ടാക്കി കിട്ടിയ പ്രോഡക്റ്റ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഒരു വള്ളത്തിൻ്റെ രൂപത്തിൽ ഒരു ബോ പോലെ ആയിപ്പോയി. എങ്കിലും സാരമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റില്ല. അത് ബ്രെഡും ചീസും ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഇനി നമ്മൾ പോകുന്നത് ജോർജിയൻസിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ആരാധനാലയമുണ്ട് ഇവിടെ, ബോഡ്ബേ. അങ്ങോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ബോഡ്ബേ മൊണാസ്ട്രി ഉള്ളത്. വൃക്ഷങ്ങളൊക്കെ ഉള്ള സുന്ദരമായൊരു പ്രദേശമാണ്. വരുമ്പോൾ തന്നെ നമുക്ക് ദൂരെ നിന്ന് തന്നെ കുരിശു വെച്ച ആ താഴികക്കുടം ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നേരെ ചെറിയൊരു കവാടം കാണാം. അതിലൂടെ ആയിരിക്കണം നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറേണ്ടത്, അല്ലെങ്കിൽ പള്ളി നിൽക്കുന്ന ആ പ്രദേശത്തേക്ക് കയറേണ്ടത്. നമ്മളിപ്പോൾ ബോഡ്ബേ മൊണാസ്ട്രി കാണാൻ പോകണം. ഈ ബോഡ്ബേ മൊണാസ്ട്രി എന്ന് പറയുന്നത് ഒരു ബിഷപ്പുമാരുടെ ആസ്ഥാനമായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ അത് മാറിയിട്ട് അതൊരു സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു കന്യാസ്ത്രീ മഠമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സെയിൻറ്റ് നിനോയുടെ പേരിലാണ് ഇപ്പോൾ ഇതറിയപ്പെടുന്നത്. സെയിൻറ്റ് നിനോ ജോർജിയയിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിച്ച ഒരാളാണെന്ന് പറയപ്പെടുന്നത്. അവരുടെ ഭൗതിക അവശിഷ്ടം ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനായിട്ടാണ് ജോർജിയക്കാരുടെ അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്രിസ്മസ് ട്രീ പോലുള്ള ധാരാളം മരങ്ങളൊക്കെ ഉണ്ട്. നന്നായി പരിപാലിക്കുന്ന ഉദ്യാനമുണ്ട്. പക്ഷേ ഈ സെൻറ്റ് നിനോയുടെ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ പള്ളിയുടെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറയ്ക്കോ അല്ലെങ്കിൽ വീഡിയോയ്ക്കോ ഒന്നും പ്രവേശനമില്ല. അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ല സുന്ദരമായൊരു സ്ഥലമാണ്, അടിപൊളി പ്ലേസ്. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്, നല്ല തണലും ഉണ്ട്. വെയിലൊന്നും കാര്യമായിട്ട് അടിക്കില്ല ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അങ്ങ് ദൂരെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകൾ മൊത്തം കാണാൻ പറ്റും. ആ മലനിരകൾക്ക് അപ്പുറേ അസർബൈജാൻ ആണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അടിപൊളി ഒരു പ്രദേശം, ഒന്നും പറയാനില്ല. മഞ്ഞൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ്
സൂപ്പറാണ്. താഴത്തേക്കൊക്കെ ചെരുവിൽ ഇങ്ങനെ മൊത്തം ചെടികളും പുല്ലെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന് ഇരിക്കുന്നവർക്ക് ഇരിക്കാം, വിശ്രമിക്കേണ്ടവർക്ക് വിശ്രമിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം ഇതിനകത്തുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിലുമുണ്ട്, അത്യാവശ്യം വെയിലൊക്കെ കാഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കാം. ഇതിൻ്റെ പുറകിൽ കാണുന്നതാണ് പുതുതായിട്ട് പണിത പള്ളിയാണിത്. അതിൻ്റെ ചുറ്റുപാടും തന്നെ നല്ല ഉദ്യാനങ്ങളാണ് ഉള്ളതെല്ലാം. 9-ാം നൂറ്റാണ്ടിലാണ് ഈ മൊണാസ്ട്രി ആദ്യമായിട്ട് ഇവിടെ സ്ഥാപിക്കുന്നത്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെൻറ്റ് നിനോ എന്ന് പറയുന്ന ഒരു സുവിശേഷകയുടെ പേരിലാണ് ഈ മൊണാസ്ട്രി അറിയപ്പെടുന്നത്. അവരാണ് ആദ്യമായിട്ട് ജോർജിയയിലേക്ക് ഈ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത്. അവരുടെ ഭൗതിക അവശിഷ്ടം ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജോർജിയക്കാരുടെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, വളരെ പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പൈൻ മരങ്ങളാണ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി സ്ഥലം, നല്ല തണുപ്പ്. പണ്ട് ഇതൊരു ബിഷപ്പുമാരുടെ ആസ്ഥാനമായിരുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഈ സെന്നിനോയുമായുള്ള ബന്ധം കാരണം ഇപ്പോൾ കന്യാസ്ത്രീ സമൂഹത്തിൻ്റെ ഒരു ആസ്ഥാനമായിട്ടാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. ബോഡ്ബേ മൊണാസ്ട്രിയിലെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള സംവിധാനമാണിത്. ഒരു ലാറി കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഗേറ്റ് നമുക്ക് അങ്ങോട്ട് ഓപ്പൺ ആവും, ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരാം. നമ്മുടെ നാട്ടിലുള്ളതുപോലെ പൈസ മേടിക്കാനൊന്നും ആരുമില്ല ഇവിടെ. ബോഡ്ബേയോട് യാത്ര പറഞ്ഞിട്ട് ഇനി അവസാനത്തെ സ്ഥലമായ സിഗ്നാഗിരിയിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴി ഇവിടെയും ഇരുവശങ്ങളിലുമൊക്കെ മുന്തിരി കൃഷികൾ തന്നെയാണുള്ളത്. ഒരു നാട്ടിൻപുറത്ത് കൂടി പോകുന്ന ഒരു പ്രതീതിയുണ്ട് ഇതിലെ പോകുമ്പോഴത്തേക്കും. ചെറിയ പാതകളൊക്കെയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സിഗ്നാഗിലേക്ക് എത്തുകയാണ്. സിഗ്നാഗി പട്ടണം ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. ചരിത്രവും സാംസ്കാരികവും പൈതൃകങ്ങളും എല്ലാം ചേർന്ന് ഒരു സമ്പന്നമായ നഗരം. പൈസ കൊണ്ട് മാത്രമല്ല, പ്രതാപം കൊണ്ടും സമ്പന്നമാണ് ഇവിടം. ഇവിടെ നമ്മൾ ടിബിലിസിയിൽ കണ്ട കെട്ടിടങ്ങളുടെ കാഴ്ചയല്ല കാണുന്നത്. കുറച്ചുകൂടി ആധുനികമായ രീതിയിൽ പണിതിട്ടുള്ളവയാണ്. നല്ല നിറങ്ങളൊക്കെ അടിച്ച് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സിഗ്നാഗിക്ക് ഒരു ഓമനപ്പേരുണ്ട് കേട്ടോ, പ്രണയത്തിൻ്റെ നഗരം അല്ലെങ്കിൽ പ്രണയിക്കുന്നവരുടെ നഗരം. സിഗ്നാഗി ഒരു ജനപ്രിയ വിവാഹവേദിയായിട്ടാണ് അറിയപ്പെടുന്നത്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഈ പട്ടണത്തിൽ ദിവസത്തിലെ ഏത് സമയത്തും വിവാഹം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റിയ ഒരു വീടുണ്ട് ഇവിടെ. ഏകദേശം 14-ാം നൂറ്റാണ്ടിൽ പണിതിട്ടുള്ളത് എന്ന് കരുതപ്പെടുന്ന കോട്ട ഗോപുരങ്ങളുടെയും മതിലുകളുടെയൊക്കെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. 40 ഹെക്ടർ ഭൂമിയിൽ ആയിട്ടാണ് ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അതിന് 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള മതിലുകളുണ്ട്. ചില മതിലിൻ്റെയൊക്കെ മുകളിൽ കൂടെ നമുക്ക് നടക്കാം, ചിലതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ. ഉരുളം കല്ലും ഇഷ്ടികയും ഒക്കെ വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാലത്ത് അധിനിവേശത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നൊക്കെ അഭയം തേടുന്നവർക്ക് വേണ്ടിയാണ് ഈ നഗരത്തെ മുഴുവൻ വലയം ചെയ്യുന്ന മനോഹരമായ കോട്ടയും അതിൻ്റെ മതിലും പണിതിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണുന്നത് തകർന്നടിഞ്ഞ കോട്ടയുടെയും കോട്ട മതിലിൻ്റെയും ഭാഗങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. ഈ കാണുന്ന ഒരു വാച്ചിങ് ടവർ ഉണ്ടല്ലോ, അതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇതവിടെ കാണുന്ന ഒരു ചർച്ച് പോലെ ഇത് കാണുന്നുണ്ട്, കാണിച്ചു തരാം. ഉണ്ടോ അവിടെ കാണുന്ന ചർച്ചില്ലേ, അതിൽ കൂടി ഇങ്ങനെ കവർ ചെയ്തിട്ട് താഴത്തോടെ കാണുന്ന ഇങ്ങനെ ഇതവിടെ അങ്ങോട്ട് ഒരു വാച്ചിങ് ടവർ ഉണ്ട്, അങ്ങനെ കണക്ട് ചെയ്താൽ പോകുന്നു. ഒരു ചൈനയുടെ വൻമതിൽ പോലെ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് 40 ഹെക്ടറാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ കോട്ടയം മതിലിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ സൂം ചെയ്തിരിക്കുന്നത് ആ കോട്ട മതിലിൻ്റെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ മിന്നാരമാണ്. ആ പള്ളിയുടെ സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ കോട്ടമതിൽ ചുറ്റി വളഞ്ഞു പോകുന്നത്. ഈ സിഗ്നാഗി പട്ടണത്തിലെ ഏറ്റവും മനോഹരമായ തെരുവുകളിലേക്ക് നയിക്കുന്ന, അതുപോലെ തന്നെ ഇവിടെയുള്ള പഴയ പട്ടണത്തിൻ്റെ കോട്ട കവാടമാണ് ഇത്. ഏറെ നടക്കാനുള്ളത് കൊണ്ട് കാര്യമായിട്ട് ഞങ്ങൾ നടന്നില്ല, കുറച്ച് മാത്രമേ നടന്നുള്ളൂ. ചെറിയൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മൊത്തം കറങ്ങി കാണാമായിരുന്നു.
ഇവിടെ കൂടുതലായിട്ടും വീടുകളിൽ ഉണ്ടാക്കുന്ന കക്കേഷ്യൻ വൈനുകളും ചാച്ചകളും ഒക്കെയാണുള്ളത്. അതുപോലെ തന്നെ പരമ്പരാഗതമായ ജോർജിയൻ ഭക്ഷണം കിട്ടുന്ന കടകൾ, ഹോട്ടലുകൾ ഒക്കെയാണ് കൂടുതലായിട്ട് ഇവിടെയുള്ളത്. എല്ലാ വീടുകളുടെയും ടെറസിൽ, മട്ടുപ്പാവിൽ ഈ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉണ്ട്. ഇവിടെ വൈനും ചാച്ചയും എല്ലാം കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഒരു മികച്ച ടൂറിസ്റ്റ് സ്പോട്ടാണ് സിഗ്നാഗി. അങ്ങനെ സിഗ്നാഗിയോട് യാത്ര പറഞ്ഞ് വീണ്ടും ടിബിലിസിയിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങളുടെ ജോർജിയൻ ട്രിപ്പിൻ്റെ അവസാനത്തെ ദിവസമാണിന്ന്. ജോർജിയയുടെ സൗന്ദര്യം കണ്ടിട്ട് മതിയായിട്ടില്ല. ഒരിക്കൽ കൂടി ഇനിയും തിരിച്ചു വരണം സമയമുണ്ടെങ്കിൽ. നാളെ വീണ്ടും ഞങ്ങൾക്ക് കർത്തവ്യ മേഖലകളിലേക്ക് മടങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ ഇന്ന് വൈകിട്ട് ടിബിലിസിയുടെ രാത്രി കാഴ്ചകൾ കാണണം. ജോർജിയയിലെ ടിബിലിസിയുടെ രാത്രി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.